എന്താ അവരെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവരാണ് അതിന്റെ അടിയിൽ വന്നിട്ട് കുറച്ച് പേരേ ഉള്ളൂ. അവർ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് PPE കിറ്റ് കള്ളി, കോവിഡ് കള്ളി, ഒട്ടും മാന്യതയില്ലാത്ത ഭാഷയാണ്. ഇപ്പൊ കളിയാക്കി ചിലർ പോസ്റ്റ് ഇടും, അമേരിക്കയിൽ നിന്ന് കയ്യുറക്ക് വേണ്ടി ആരെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് അത് വിവരമില്ലാത്ത ചില വിവരദോഷികൾ ഇടുന്നതാണ്. ഞാൻ 1 ലക്ഷത്തിന്റെ കണ്ണട ഇടാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. എൻ്റെ ലെൻസ് കുറച്ച് വില കൂടിയ ലെൻസ് ആയതുകൊണ്ട്, അതിനേക്കാൾ വില കൂടിയ ലെൻസൊക്കെ ഉണ്ട്. അതേ അസംബ്ലിയിൽ 1 ലക്ഷം രൂപ കണ്ണടയ്ക്ക് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങിയ MLA മാർ 500 രൂപക്ക് PPE കിറ്റ് മാർക്കറ്റിൽ കിട്ടുമായിരുന്നിട്ടും ആരോഗ്യമന്ത്രി 1500 രൂപ കൊടുത്ത് PPE കിറ്റ് വാങ്ങാതെ. അത് വൻ വിവാദമായിരുന്നു. പെട്ടെന്ന് കേട്ടാൽ ഏത് സാധാരണക്കാരനും സംശയിക്കും. 500-നും 1500-നും നമ്മൾ ഈ കമ്പനിക്ക് ഇത്രയും ലാഭം കിട്ടുമ്പോൾ അതിലൊരു പങ്ക് ടീച്ചറിന് കൊടുത്തോ? ചെറിയൊരു പ്രയാസം അതെല്ലാം കേൾക്കുമ്പോൾ തോന്നിയിരുന്നു. അതിപ്പോ ഈ വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ്. 1 ലക്ഷം രൂപയുടെ കണ്ണടി ടീച്ചർ ഇടുവാണോ എന്ന് പറയുമ്പോൾ 2 തെറി കമന്റ് ഇട്ടാൽ അവർക്ക് വ്യൂവേഴ്സിന്റെ എണ്ണം കൂടി. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടല്ല, എൻ്റെ സ്റ്റാഫൊക്കെ പറയും മാഡത്തിന് 2 മുഖമുണ്ടല്ലേ എന്ന് പറയും. ഒരുപാട് ഡോക്ടർമാരെ, ഇപ്പൊ ഇത് എൻ്റെ ഡോക്ടർമാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. ചിലപ്പോൾ എനിക്ക് പറഞ്ഞതുപോലെ ആയിട്ടില്ലെങ്കിൽ വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് അവരുടെ കണ്ണിൽ വെള്ളം വരാൻ പാകത്തിന് ഞാൻ വഴക്ക് പറയാറുണ്ട്. ആ ചെലവിനനുസരിച്ച് കേരളത്തിലെ മന്ത്രിമാർക്കും MLA-മാർക്കും പ്രതിഫലം ഇല്ല. അത് ആര് പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സോറി ടീച്ചർ, അതൊരു സ്ലിപ്പ് ഓഫ് ദി ടങ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് സ്ലിപ്പാണ്, എന്നെ സംബന്ധിച്ച് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ആണത്. ഇതൊന്നും ചിന്തിക്കാത്ത കുറച്ച് പേരെന്നാലും ആ ശൈല ടീച്ചർ ഇങ്ങനെ ദൂർത്ത ജീവിതമാണോ നയിക്കുന്നത് എന്ന് തോന്നിയാൽ ഈ ടീച്ചറിനെ 2 കുറ്റം പറയണം. അവരങ്ങനെ ഒരു നല്ല പേരെടുക്കണ്ട എന്ന മട്ടിൽ പ്രവർത്തിച്ചതാണ്. ഇന്ന് കേരള സ്റ്റോറീസിനൊപ്പമുള്ളത് ഒരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരിയായ, കോവിഡും നിപ്പയും സംഹാരതാണ്ഡവമാടിയ കാലത്ത് കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മുടെ സ്വന്തം ശൈലജ ടീച്ചറാണ്. ടീച്ചറെ, കേരള സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം. ടീച്ചറെ, കേരള നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വോട്ടിന് ജയിച്ചതാണ് ടീച്ചർ. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ ചെയ്ത വോട്ടാണ്. എങ്ങനെയാണ് എല്ലാ പാർട്ടിക്കാർക്കും ഒരു ടീച്ചർ അമ്മയായി മാറാൻ വേണ്ടി സാധിക്കുന്നത്? ശരിക്കും എല്ലാവരും എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം ജനങ്ങൾ തന്നു. അപ്പൊ അതിന് ഒന്നാമത് ഞാൻ ഒരു തവണ ആരോഗ്യമന്ത്രിയായി അതിന്റെ പരിസമാപ്തിയിലെത്തി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് വന്നത്. 5 വർഷത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുള്ള ജീവിതം എന്നെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ക്രൈസിസ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരുപാട് പരീക്ഷണങ്ങൾ, അതായത് നിപ്പ ഉണ്ടായി, കോവിഡ് ഉണ്ടായി, അതുപോലെ ഓഖി ചുഴലി കൊടുങ്കാറ്റ് വന്നാലും അതുപോലെ വെള്ളപ്പൊക്കം വന്നാലും ഒക്കെ അതിന്റെ 2ാം ഘട്ടത്തിലുള്ള ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിന് വരികയാണ്. കാരണം കടലിൽ നിന്ന് ആളുകളെ രക്ഷിച്ചു കൊണ്ടുവന്നാൽ ആശുപത്രിയിലാണ് കൊണ്ടുവരുന്നത്. ചുഴലി ഉണ്ടാകുന്ന സമയത്തും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തും അതിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യവകുപ്പാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അതൊരു വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതൊരു ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ സജ്ജമാക്കേണ്ടുന്ന ഉത്തരവാദിത്തം എനിക്കാണ്, മന്ത്രിക്കാണ്. അപ്പൊ അത് നിർവഹിക്കുന്നതിൽ മുഴുകി എന്നുള്ളത് ഇപ്പൊ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ടീമിനെ ആകെ അലർട്ടാക്കാനും കാര്യങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് പ്ലാൻ ചെയ്യാനും അത് കൃത്യമായി നടക്കുന്നുവെന്ന് പുനഃപരിശോധനയിലൂടെ ഉറപ്പുവരുത്താനും ഒക്കെ സാധിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കുറേ പരിഷ്കാരങ്ങൾ ആഗ്രഹിച്ച് ഒരു വലിയ മാറ്റം, സമൂലമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും കാലികമായിട്ട് ആരോഗ്യ മേഖലയെ പരിഷ്കരിക്കണം എന്നാണ്. അതിനാണ് ഒരു പുതിയ മിഷൻ ആർദ്രം പ്രോജക്റ്റ് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ശ്രമിച്ചത്. അത് അടിത്തട്ട് മുതൽ, പ്രൈമറി മുതൽ ടേർഷ്യറി വരെ, മെഡിക്കൽ കോളേജ് വരെ ഉള്ള മാറ്റമാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിലൊരുപാട് ക്ലിനിക്കൽ സൗകര്യങ്ങൾ വർദ്ധിക്കണം, ആളുകളുടെ അവയർനെസ്, ഹെൽത്ത് സംബന്ധിച്ചിട്ടുള്ളവരുടെ ബോധ നിലവാരം മാറണം, ജീവിതശൈലി മാറണം, ഇങ്ങനെയെല്ലാം ഉള്ള ഒട്ടേറെ കാര്യങ്ങൾ അടങ്ങിയതാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് ഈ ദുരന്തങ്ങൾ വന്നുപെട്ടത്, മഹാമാരിയും ഒക്കെ ആയിട്ട് വന്നത്. അപ്പൊ അതിനെ നേരിടണം, ഈ പരിഷ്കാരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോൾ നാം ആഗ്രഹിച്ച സ്വപ്നങ്ങളും പരിഷ്കാരങ്ങളും അവിടെ നിന്നു പോകാറാ പതിവ്. പക്ഷെ എൻ്റെ ഒരു ആശ്വാസവും സന്തോഷവും ആ പരിഷ്കാരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനിടയിലൂടെ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ഒരു വ്യക്തിയല്ല, ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ അവരാണ് പ്ലാൻ ചെയ്തിട്ട് ഗവൺമെന്റിന്റെ സപ്പോർട്ടും. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്തു വന്ന്
ആരോഗ്യ വകുപ്പിലാണെങ്കിൽ ഒരുപാട് അവാർഡുകൾ നമ്മളെ തേടി വന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒന്നും അവാർഡുകൾ നമുക്ക് സാധാരണയായിട്ട് അധികം കിട്ടാറില്ല. ഇതില് പിന്നെ ഏറ്റവും നല്ല ആശുപത്രി, അതിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്കീമിന്റെ ഭാഗമായിട്ട് വന്നാൽ ആ അവാർഡ് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ചെറിയൊരു പാരിതോഷികവും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കിട്ടുക എന്നുള്ളതും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഈ ക്വാണ്ടിറ്റി ഏറ്റവും കൃത്യമായിട്ട് സൂക്ഷിക്കുക, നോംസ് അനുസരിച്ച്. അപ്പൊ ഞങ്ങൾ ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തി. കേരളത്തിലാണത് കഴിഞ്ഞത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ആ പറയുന്ന അഷുറൻസ് ഒന്നും താഴെത്തട്ടിലുള്ള ആശുപത്രികളിൽ ഇല്ല. ഇപ്പോഴും ചെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ നമ്മളെ തേടി അവാർഡുകളൊക്കെ വരുന്നത് കുറവായിരുന്നു. പക്ഷേ ഇതെല്ലാം പൂർത്തിയായപ്പോൾ അവാർഡ് തരാതിരിക്കാൻ കഴിയില്ല. അവർ വന്ന് പരിശോധിച്ചാൽ 100-101% എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഏറ്റവും നല്ല പ്രൈമറി ഹോസ്പിറ്റലിനുള്ള അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി നൂൽപ്പുഴ തെരഞ്ഞെടുക്കപ്പെടുന്നത്, വയനാട്ടിലെ. പിന്നീട് അങ്ങോട്ട് വന്ന് ഇപ്പം അത്ഭുതമാണ് ഓർമ്മിക്കുമ്പോൾ 270-ലേറെ ആശുപത്രികൾക്ക് NQS അവാർഡ് കിട്ടി. അത് ചരിത്ര സംഭവമാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ അവാർഡുകൾ വരുന്നു. ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് നമുക്ക്, ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്ക് നമുക്ക്. അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട്. പിന്നെ ഈ കോവിഡ് കാലത്ത് ഏറ്റവും നന്നായിട്ട് നമ്മളാണ് കണ്ടെയ്ൻമെന്റ് മെത്തേഡ് ഈ ലോകത്തിന്റെ മുമ്പാകെ ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ച രീതിയിൽ ചെയ്തത്. ചിലർ മിറ്റിഗേഷൻ മെത്തേഡൊക്കെ സ്വീകരിച്ചിട്ട് അവസാനം സ്വീഡന്റെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഇതായിരുന്നില്ല, കണ്ടെയ്ൻമെന്റ് ആയിരുന്നു രീതി. നമുക്ക് ഈ കുഞ്ഞു കേരളത്തിന് അത് പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടി സ്വീകരിച്ചു. അപ്പോൾ അതിന്റെ പേരിൽ കുറെ അവാർഡുകളും പിന്നെ അംഗീകാരങ്ങളും ഒക്കെ തേടി വന്നു. ഇങ്ങനെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്വാഭാവികമായിട്ട് ആ കോവിഡ് കാലത്ത് ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ആളുകൾ എന്നെ വഴി കാണുമ്പോൾ ഇപ്പോഴും പറയാറുണ്ട്, അന്ന് ടീച്ചറായിരുന്നു ഒരു ധൈര്യം. കാരണം ഞങ്ങൾ ഈ കോവിഡിൽ മരിച്ചു പോകുമെന്ന് വിചാരിക്കുമ്പം സാരമില്ല, പേടിക്കണ്ട. ആദ്യമായിട്ട് ഈ വാക്ക് അന്ന് വന്നത് ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണെന്ന് ഞങ്ങളന്ന് ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാപ്ഷൻ ആയിരുന്നു. അത് വെറുതെ ഒരു ഭംഗി വാക്കല്ല, ജാഗ്രത വേണം എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ ഭയക്കാതെ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു. ആരോഗ്യ വകുപ്പിലും പുതിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതിന്റെ എല്ലാം ഒരു പ്രതിഫലനം ആ സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ടീച്ചർ നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു മട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ സാധാരണത്തേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ മണ്ഡലത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിൽപ്പെട്ട ആളുകളും അന്ന് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഞങ്ങളുടെ പാർട്ടിയുടെ വോട്ട് മാത്രം കിട്ടിയാൽ അത്രയും വരില്ല. അപ്പോ ഒരുപാട് ആളുകൾ എന്നോട് സൗഹൃദം കാണിക്കുകയും എനിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയായിരുന്ന സമയത്ത് ടീച്ചർ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും പഴി കേട്ടതും ഒക്കെ ഒരു കന്നഡ വിവാദത്തിന്റെ പേരിലായിരുന്നു. അതിന്റെ പേരിൽ ഇപ്പോഴും ടീച്ചറിന് വിഷമമുണ്ട്. എന്താണ് ടീച്ചർ ശരിക്കും ഒന്ന് സംഭവിച്ചത്? തീർച്ചയായിട്ടും ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വളരെ നീറ്റായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഈ മന്ത്രിയായപ്പോൾ എൻ്റെ ഏറ്റവും വലിയ നിർബന്ധം, ഞാനായാലും എൻ്റെ കുടുംബമായാലും പാർട്ടി ആയാലും ഒക്കെ ഒരു അഴിമതിയും ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തിപരമായിട്ട് വേണ്ടി ഒന്നും ചെയ്യരുത് ഗവൺമെന്റിന്റെ കാശെടുത്തിട്ട്. അങ്ങനെയുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. 5 കൊല്ലം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു അഴിമതിയും നടത്താതെ 5 കൊല്ലം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടും 2-3 കാര്യങ്ങളിൽ ഇപ്പോഴും എന്നെ വെറുതെ പഴി പറയുന്ന ഒരു ചെറിയ സംഘം ആളുകളുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ്. അതിലൊന്നാണ് ഈ കന്നഡ വിഷയം. ഞാൻ മന്ത്രിയായിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കന്നഡ കേടായപ്പോൾ ലൻസൺ ഫ്രെയിംസിലാണ് നമ്മൾ സാധാരണ പോവുക. അവിടെ ഈ മന്ത്രിമാർക്കും MLA മാർക്കും ഒരു 5 വർഷത്തിനിടയിൽ ഒരിക്കൽ കന്നഡയ്ക്ക് ഒരു അലവൻസ് ഉണ്ട്. അതായത് MLA മാർക്ക് പ്രത്യേകിച്ച് ശമ്പളമൊന്നുമല്ല, മന്ത്രിമാർക്കും അലവൻസുകളാണ്. പല വിധത്തിലുള്ള അലവൻസ് ചേരുമ്പോഴാണ് അവർക്ക്, അതും കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതിന്റെ 4-1 ഉള്ളൂ, കുറവാണ്. ചില സംസ്ഥാനങ്ങളിൽ പ്രതിമാസം 4.5 ലക്ഷം 5 ലക്ഷം ഒക്കെ കിട്ടുന്ന MLA മാരാണ്. മധ്യപ്രദേശ് അടക്കമുള്ള, ഒഡീഷയിലെല്ലാം. എന്നാൽ കേരളത്തിൽ അത് 1 ലക്ഷത്തിൽ താഴെയാണ്. മിക്കവാറും ഒരു 80,000 രൂപയുടെ അടുത്തൊക്കെ വരുള്ളൂ. പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലയിലോ MLA എന്നുള്ള നിലയിലോ ചെലവ് അതിന്റെ എത്രയോ ഇരട്ടിയാണ്. കാറിന് എണ്ണ അടിക്കണം. മന്ത്രിയാകുമ്പോൾ, MLA ആകുമ്പോൾ കൂപ്പൺ കിട്ടും. എന്നാൽ ആ കൂപ്പൺ എല്ലാ മാസത്തേക്കും തികയില്ല.
കൂപ്പണിൽ എണ്ണ അടിച്ച് പിന്നെ ബാക്കി വരുമ്പോൾ ഞങ്ങൾ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് എണ്ണ അടിച്ചിട്ട്, സാധാരണ ഒരാൾക്ക് ഒരു അധ്യാപികക്ക് ഓടുന്നത്ര ഓടിയാൽ പോരല്ലോ ഒരു MLA-ക്ക് മണ്ഡലത്തിലുടനീളം ഓടണ്ടേ. ഇന്നത്തെ കാലത്ത് കാറൊന്നും ഇല്ലാണ്ട് ബസ് കയറി പോയിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനും പറ്റില്ല, അത്ര സ്പീഡായി ലോകത്തിന്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കാശിട്ട് വലിയ ചെലവുണ്ട്. ആ ചെലവിനനുസരിച്ച് കേരളത്തിലെ മന്ത്രിമാർക്കും MLA-മാർക്കും പ്രതിഫലം ഇല്ല. അത് ആര് പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ശമ്പളമല്ല, വളരെ ചെറിയതാണ്. 1000 ഉറുപ്പ്യാണ് ഒരു MLA-യുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ, ഓണറേറി എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസമാവില്ല. പക്ഷെ 1000 ഉറുപ്പ്യ അല്ലല്ലോ കയ്യിൽ കിട്ടുന്നത്. കയ്യിൽ കിട്ടുന്നത് ടെലിഫോണിനുള്ള അലവൻസ്, അതുപോലെ തന്നെ മറ്റു രീതിയിൽ കണ്ണടക്കുള്ള അലവൻസ്, ലൈബ്രറി പുസ്തകങ്ങൾ വാങ്ങാനുള്ള അലവൻസ്, ഇങ്ങനെ പല പേരിൽ 2000, 3000 ഒക്കെ പറഞ്ഞിട്ട് എത്രയാണോ ഓരോന്നിനും ആ അലവൻസ് എല്ലാം ചേർത്തിട്ടാണ് ഈ മാസത്തിലൊരു 10,000, 60,000, 70,000 രൂപ TA അടക്കം, TA ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ അത്രേ കിട്ടുള്ളൂ, അത് വാങ്ങിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെക്കാറില്ല. അത് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ജീവിതം മുന്നോട്ട് പോകില്ല. അത്ര ചെലവ് MLA-ക്ക് മന്ത്രിക്കും ഉണ്ട്. കൂടെ ഒരുപാട് ആളുകൾ പോകുന്നവരൊന്ന് ഭക്ഷണം കഴിച്ചു, എന്റെ പൈസ മാത്രം കൊടുക്കാൻ പറ്റൂലല്ലോ. ഇല്ല. എന്റെ കൂടെയുള്ള സ്റ്റാഫിന്റെ ഭക്ഷണം, അതിന്റെ ചെലവെല്ലാം നമ്മൾ തന്നെ എടുക്കണ്ടേ. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ചെലവുകളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് വെക്കാറില്ല. കണ്ണടയുടെ കാശ് എങ്ങനെയാന്ന് വെച്ചാൽ, കണ്ണടയുടെ അതിന്റെ ഗുണനിലവാരത്തിനും അതിന്റെ വിലക്കും അനുസരിച്ചാണ്. അതിന് ഞങ്ങൾക്ക് ലിമിറ്റ് വെച്ചിട്ടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ 10,000 ഉറുപ്പ്യന്റെ കണ്ണട വാങ്ങാം, 25,000 ഉറുപ്പ്യന്റെ കണ്ണട വാങ്ങാം, 30,000-ന്റെയും വാങ്ങാം. അത് ലക്ഷറി അല്ല. അതിന്റെ ലെൻസ് ഇപ്പം ചിലർക്ക് 2 കാഴ്ചയും ഉണ്ടാവില്ല, ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും കുറവായിരിക്കും. അപ്പൊ 2 ലെൻസ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ലെൻസ് ബ്ലെൻഡ് ചെയ്ത് വലിയ കനത്തിലാവുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് കണ്ണുവിന് ഭയങ്കര ഫെറ്റീഗ് ആവും. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ 11 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഫയൽ നോക്കിയത്. ആരോഗ്യവകുപ്പിൽ ഒരുപാട് ഫയൽ വരും. അത് അപ് ടു ഡേറ്റ് ആക്കണമെന്ന് നമുക്ക് വാശിയുണ്ടെങ്കിൽ ഇരുന്ന് നോക്കണം, അല്ലെങ്കിൽ ഫയൽ പെൻഡിങ് ആവും. അപ്പോൾ അത് അങ്ങനെ നോക്കണം, ധാരാളം വായിക്കണം. അപ്പോൾ കണ്ണിന് അധികം അതിന് പ്രഷർ കൊടുക്കാതെ വെക്കാൻ കഴിയുന്ന നല്ല മോഡേൺ ലെൻസുകളുണ്ട്. ആ ലെൻസിന് വില കൂടുതലാണ്. അപ്പൊ ഈ കണ്ണടക്കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ടീച്ചർ സാധാരണ എടുക്കുന്ന പോലത്തെ ലെൻസ് വെച്ചാൽ ടീച്ചറിന്റെ കണ്ണിന്റെ ആരോഗ്യം വീണ്ടും കുറഞ്ഞു വരും, ദിവസേന ഒരുപാട് വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു നല്ല ലെൻസ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് ഒരു 10,000-20,000 ഉറുപ്പ്യ ആകും. പിന്നെ ഈ ഡോക്ടറെ കാണിക്കുന്ന ചിലവ്, മറ്റു ചില മരുന്നുകളുടെ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു 10,000-25,000 രൂപയാകും. ഞാൻ 2-3 തവണ ആലോചിച്ചത് വേണോ. പക്ഷെ അവര് പറഞ്ഞു, ടീച്ചർ എല്ലാ വർഷവും 10,000 ഉറുപ്പ്യന്റെ കണ്ണട വാങ്ങുകയാണ്. അതില് ഫ്രെയിമിനും വിലയുണ്ട്. ഫ്രെയിമും വേഗം പൊട്ടിപ്പോകുന്ന ഫ്രെയിം എടുത്തിട്ട് കാര്യമില്ല. ഇത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിം എടുത്താൽ ഇത്തിരി പൈസയാവും ഫ്രെയിമിനല്ല ലെൻസിനാണ് കൂടുതലാവുന്നത്. അപ്പൊ ഒരു നല്ല ഫ്രെയിമും ലെൻസും എടുത്താൽ നിങ്ങൾക്ക് 5 കൊല്ലം പിന്നെ കണ്ണട മാറ്റണ്ട. ഈ ലോങ് ടേം ഉപയോഗമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഗവൺമെന്റ് ആണെങ്കിൽ അത് തരും. ഇനി 50,000 ആണെങ്കിലും ഗവൺമെന്റ് അത് റീഇംബേഴ്സ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ അത് വാങ്ങുന്നതല്ലേ നല്ലത്. അങ്ങനെയാണ് 25,000 ഉറുപ്പ്യന്റെ ഒരു കണ്ണട, എല്ലാം കൂടി ചേരുമ്പോൾ 28 ആവുന്നുണ്ട്. 28,000 ഉറുപ്പ്യ കണ്ണടക്ക്. ഞാനതൊന്നും അറിയില്ല. ഈ കടയിൽ നിന്ന് തന്നെ റീഇംബേഴ്സ്മെന്റിന് കൊടുത്തിട്ട് റീഇംബേഴ്സ്മെന്റ് പാസ്സായി വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ആ കാര്യം. ഞാൻ കണ്ണട എടുത്തു, അതുപോലെ തന്നെ റീഇംബേഴ്സ്മെന്റ് പാസ്സാവുകയും ചെയ്തു, അത് വാങ്ങുകയും ചെയ്തു. അത് വാങ്ങിയതിൽ തെറ്റുണ്ടെന്ന് അന്നും ഇന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ 5 വർഷം ഞാൻ കണ്ണട മാറ്റിയിട്ടില്ല, കേട്ടില്ലേ. അപ്പോൾ 5 വർഷത്തേക്ക് ഈ പിന്നെ കണ്ണടയുടെ വില എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് 28,000. അതെ, ഡിവൈഡ് ചെയ്താൽ അത്രേ വരുള്ളൂ. ഇതിനാണ് ഈ പുകില് മുഴുവൻ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ഒരു ചാനലില് ഒരു യുവതി ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ്. ശൈല ടീച്ചർ ആദ്യം തുടങ്ങിയത് 28,000-ന്റെ കണ്ണട ഇടാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ ശ്വാസത്തിൽ തന്നെ ആ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പേ ഒരിടത്ത് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ 1,00,000 രൂപയുടെ കണ്ണടയാണ് ശൈല ടീച്ചർ ഉപയോഗിക്കുന്നത്. 1,50,000 അത് അവസാനിപ്പിക്കുന്ന സമയത്ത് അതേ പെൺകുട്ടി പറഞ്ഞു, 1,00,000 രൂപയുടെ കണ്ണടയാണ് ശൈല ടീച്ചർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് എന്തും പറയാം. ഈ അവരുടെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ, റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ, അത് ഞങ്ങളെ ഈ കേട്ടിട്ട് 1,00,000 രൂപയുടെ കണ്ണടയെ ടീച്ചർ ഇടുവാണോ എന്ന് പറയുമ്പോൾ 2 തെറി കമന്റ് ഇട്ടാൽ അവർക്ക് വ്യൂവേഴ്സിന്റെ എണ്ണം കൂടി, റീച്ച് കൂടി. ആ റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും വിളിച്ചിട്ട് നിങ്ങളെന്താ എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാറില്ല. പക്ഷെ ഈ കേസിൽ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, നീ 28,000-ന്റെ വാങ്ങിയതിന് എന്നെ പഴി പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. അത് കൂടിപ്പോയി നിനക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ശരി, അത് ഞാൻ അംഗീകരിക്കാം. പക്ഷെ ആ ശ്വാസത്തിൽ തന്നെ നീ ഒരിടത്ത് 50,000 ഒന്നും പിന്നീട് 1,00,000 ഒന്നും പറഞ്ഞു. കണ്ണടന്റെ ബില്ല് നിന്റെ അടുത്തുണ്ടോ?
അതെടുത്തിട്ടാണോ സംസാരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, സോറി ടീച്ചർ, അതൊരു സ്ലിപ്പ് ഓഫ് ദി ടങ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് സ്ലിപ്പാണ്, എന്നെ സംബന്ധിച്ച് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ആണത്. കേട്ടില്ലേ? ഞാൻ 1 ലക്ഷത്തിന്റെ കണ്ണട ഇടാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. എന്റെ ലെൻസ് കുറച്ച് വില കൂടിയ ലെൻസ് ആയതുകൊണ്ട്, അതിനേക്കാൾ വില കൂടിയ ലെൻസ് ഒക്കെ ഉണ്ട്. അതേ അസംബ്ലിയിൽ 1 ലക്ഷം രൂപ കണ്ണടയ്ക്ക് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങിയ MLA മാരുണ്ട്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അത് അവർക്കൊരു വാർത്തയല്ല. എന്നെ കരുതി കൂട്ടി ഈ ടീച്ചർ നിങ്ങൾ പറയുന്ന ടീച്ചറൊന്നും അല്ല എന്ന് കാണിക്കാൻ എന്തെങ്കിലും നുണ പറയണ്ടേ എന്നെ കുറിച്ച്? സത്യസന്ധമായി എന്നെ കുറിച്ച് പറയാൻ ഒരു ആക്ഷേപം ഒന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെ ആളുകളെ വ്യക്തിഹത്യ ചെയ്യരുത്. ആദ്യം പറഞ്ഞു, ശരി, ആ തുക പറഞ്ഞോളൂ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നതാണ്. എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ നിങ്ങൾ ഇങ്ങനെ ബേജാറാവാനൊന്നും ഇല്ല, ഇന്നത്തെ കാലത്ത് ഒരു മന്ത്രി ഒരു 20,000 ഉറുപ്പ്യന്റെ ഒരു കണ്ണട ഇട്ടു എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷറി ഒന്നും അല്ല. നിങ്ങളുടെ അത്യാവശ്യത്തിനുള്ള സാധനം, ഇപ്പം ചില ട്രീറ്റ്മെന്റിന് പോയാൽ നമുക്ക് ആശുപത്രിയിൽ 50,000 ഉറുപ്പ്യായി പോകുന്നു. എന്ത് ചെയ്യും നമ്മള്? അങ്ങനെയാണ്. അപ്പൊ നമുക്ക് സൗജന്യ ചികിത്സ കിട്ടേണ്ട ആളുകളല്ലല്ലോ, നമ്മള് ചികിത്സ ഒക്കെ കാശ് കൊടുക്കേണ്ട ആളുകളല്ലേ. അപ്പോ അങ്ങനെ ചെലവാകുന്നില്ലേ? അത് അതിനനുസരിച്ചുള്ളൂ ടീച്ചർ. അതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ധാരണയുണ്ട്. എന്നാലും ഇതൊന്നും ചിന്തിക്കാത്ത കുറച്ച് പേര്, എന്നാലും ആ ശൈല ടീച്ചർ ഇങ്ങനെ ദൂർത്ത ജീവിതമാണോ നയിക്കുന്നത് എന്ന് തോന്നിയാൽ അത് തോന്നിക്കാനാണിത്. എന്നിട്ടൊരു പശ്ചാത്താപം പോലും പ്രകടിപ്പിച്ചില്ല. ടീച്ചറിനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയെന്നോ, ടീച്ചർ അങ്ങനെയുള്ള ഒരാളല്ലെന്നോ, എനിക്ക് അവരൊന്നും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷെ ഒരു തിരുത്ത് പോലും കൊടുത്തില്ല. ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു 1 ലക്ഷം രൂപയുടേത്, അത് ടീച്ചറിന് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അവരോട് ദേഷ്യമില്ല. അതേ ആളുകൾ തന്നെ പിന്നീട് ഇലക്ഷന്റെ സമയത്തൊക്കെ എന്നെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്റർവ്യൂ തരൂല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ എന്നോട് ടീച്ചർ എന്നൊക്കെ വിളിച്ച്, ശ്രീമതി KK ശൈലജ എന്ന് വിളിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. പേര് വിളിച്ചാൽ മതി, പക്ഷെ അങ്ങനെ അല്ല. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ചിലരൊക്കെ ടീച്ചറെ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അന്ന് കുറ്റപ്പെടുത്താൻ പറയുമ്പം ശ്രീമതി KK ശൈലജ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തെറ്റല്ല, ഞാൻ KK ശൈലജ തന്നെയാണ്. പക്ഷെ അവര് തന്നെ എന്നോട് നല്ലോണം പെരുമാറിയിട്ടുണ്ട്. പിന്നെ ശാശ്വതമായിട്ടുള്ള ഒരു വെറുപ്പല്ല, ഏതോ ഒരു നിർദ്ദേശത്തിന്റെയോ പ്രേരണയുടെയോ ഭാഗമായി ഈ ടീച്ചറിനെ 2 കുറ്റം പറയണം, അവരങ്ങനെ ഒരു നല്ല പേരെടുക്കണ്ട എന്ന മട്ടിൽ പ്രവർത്തിച്ചതാണത്. ഇത് മാത്രമൊന്നുമല്ല, അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള കാര്യം വന്നിട്ടുണ്ട്. അതിലൊന്നാണ് PPE കിറ്റ് അഴിമതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ സത്യസന്ധമായി നാട്ടുകാരുടെ ജീവൻ, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ചെയ്തത്. 5 പൈസയുടെ പോലും അഴിമതി അതിലില്ല. എന്താ പ്രശ്നം? നമ്മളെ UDF-കാർ കൊണ്ട് ലോകായുക്തയിൽ ഒരു കേസ് കൊടുത്തു. PPE കിറ്റ് വാങ്ങിയതിൽ വമ്പിച്ച അഴിമതി. എന്താ കാരണം പറഞ്ഞത്? 500 രൂപക്ക് PPE കിറ്റ് മാർക്കറ്റിൽ കിട്ടുമായിരുന്നിട്ടും ആരോഗ്യമന്ത്രി 1500 രൂപ കൊടുത്ത് PPE കിറ്റ് വാങ്ങി. അത് വൻ വിവാദമായിരുന്നു. പെട്ടെന്ന് കേട്ടാൽ ഏത് സാധാരണക്കാരനും സംശയിക്കും, 500-നും 1500-നും നമ്മൾ ഈ കമ്പനിക്ക് ഇത്രയും ലാഭം കിട്ടുമ്പോൾ അതിലൊരു പങ്ക് ടീച്ചറിന് കൊടുത്തോ എന്നല്ലേ ആലോചിക്കുക. എന്താ വസ്തുത? കോവിഡിന്റെ 1ാം തരംഗം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ കയ്യിലുള്ള PPE കിറ്റ് തീർന്നുപോയി. ലോകത്ത് മുഴുവൻ PPE കിറ്റ് തീർന്നു. ആശുപത്രികളെല്ലാം നെട്ടോട്ടാണ് PPE കിറ്റിന് വേണ്ടി. ഗവൺമെന്റുകളും മാർക്കറ്റിൽ PPE കിറ്റ് ഇല്ലാണ്ടായി, സ്റ്റോക്ക് തീർന്നു. അപ്പൊ ഞങ്ങളാകെ ബേജാറായി. കാരണം കേരളം കൃത്യമായി കയ്യുറയും PPE-യും തുടക്കം മുതൽ കൊടുത്തവരാണ്. വലിയ ധനമുള്ള അമേരിക്കയിലടക്കം തുടക്കത്തിൽ കയ്യുറ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും. ഇപ്പൊ കളിയാക്കി ചിലർ പോസ്റ്റ് ഇടും, അമേരിക്കയിൽ നിന്ന് കയ്യുറക്ക് വേണ്ടി ആരെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞിട്ട്. അത് വിവരമില്ലാത്ത ചില വിവരദോഷികൾ ഇടുന്നതാണ്. അപ്പൊ വിളിച്ചിരുന്നു ശരിക്കും നേഴ്സുമാരൊക്കെ. ഇവിടെ കയ്യുറ പോലും ഇല്ലാണ്ടാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ മരിച്ചു അവിടെയെല്ലാം. കേരളത്തിൽ ഒരൊറ്റ ആരോഗ്യ പ്രവർത്തകർ, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് കോവിഡ് കാലത്ത് സുരക്ഷാ ഉപകരണം ഇല്ലാതെ മരിച്ചുപോയിട്ടില്ല. ഈ കേരളത്തിലാണ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന്റെ മരണം ഇല്ലാതിരുന്നത്. അത് അഭിമാനകരമായ വസ്തുത. അപ്പോ ഞാനല്ല വാങ്ങേണ്ടതും, അത് അതിനേക്കാൾ തമാശയാണ്. ഈ കോവിഡിന്റെ ഉപകരണങ്ങൾ വാങ്ങേണ്ടത് ആരോഗ്യമന്ത്രിയല്ല. കോവിഡ് പാൻഡമിക്കായി പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ ആരോഗ്യ ഉപകരണങ്ങൾ വാങ്ങാൻ ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ച പോരാ, വലിയ തോതിൽ വേണം, ലക്ഷക്കണക്കിന് PPE കിറ്റ് വേണം. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്ക് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കാം. അങ്ങനെ ചീഫ് സെക്രട്ടറി, വ്യവസായ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, പിന്നെ 2-3 IAS ഓഫീസർമാർ എല്ലാം ചേർന്നൊരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ നേതൃത്വം ചീഫ് സെക്രട്ടറിക്കാണ്. അവര് ചർച്ച ചെയ്തിട്ടാണ് KMSCL ഉത്തരവ് കൊടുക്കുന്നത് എന്തെല്ലാം വാങ്ങണം. അതിനു മുമ്പ് ആരോഗ്യ വകുപ്പിന്റെ KMSCL മന്ത്രിയുടെ അടുത്ത് വരും, ഇത്ര സാധനം വേണമെന്ന് പറയും, നോക്കി പരിശോധിച്ച് ശരിയാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കും, ശരിയല്ലെങ്കിൽ ഇത്ര വേണമെന്ന് ചോദിച്ചാൽ തിരുത്തി കൊണ്ടുവരും. ഈ പ്രൊസീജിയറാണ്.
അതല്ല, ഈ കോർ കമ്മിറ്റി തീരുമാനിച്ച് നമുക്ക് PPE കിറ്റ് ഇല്ല. അപ്പോൾ KMSCക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഒരു കമ്പനിയുടെ അടുത്ത് PPE കിറ്റ് ഉണ്ട്, പിന്നെ അത് ഇപ്പൊ ഓർഡർ ചെയ്യണം, പക്ഷെ 1500 റുപ്യ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കട്ടെ, നമുക്ക് അവൈലബിലിറ്റി അതേ ഉള്ളൂ. അപ്പൊ വേറൊരു കമ്പനി തരുന്നുണ്ട്, വേറൊരു കമ്പനി പ്രോമിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് കണ്ണിന്റെ ഐ മാസ്ക് ഇല്ല, പിന്നെ കാലുറയില്ല, ഇതൊന്നുമില്ല. അപ്പൊ അതും മെറ്റീരിയൽ അത്ര ഗുണനിലവാരവും അല്ല. അത് വാങ്ങി കൊടുക്കുന്നതിലും നല്ലത് വെറുതെ പൈസ പോവുകയുള്ളൂ, പകർച്ച തടയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഗുണനിലവാരത്തിനുള്ളത് ഇവരുടെ കയ്യിലാണ്, അതുകൊണ്ട് തന്നെ അവര് വില കൂട്ടി. അതൊരു മുതലാളിത്ത തന്ത്രമാണ്, അത്യാവശ്യമുള്ള സമയത്ത് വില കൂട്ടിയിട്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ രണ്ട് കാര്യം ചെയ്യാം, ഒന്നുകിൽ ഇതിന് ഓർഡർ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് പറയാം. വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടർമാരെയും നഴ്സുമാരെയും സംരക്ഷിക്കാൻ പറ്റില്ല. പേഷ്യന്റ് ഹതാശരായിട്ട് വരുമ്പോൾ കയ്യുറയില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആശുപത്രിയിൽ ഓക്സിജൻ കൊടുക്കണ്ടേ, അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്ത് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്ക് ഏറ്റവും പ്രധാനം മനുഷ്യന്റെ ജീവൻ രക്ഷിക്കലാണ്, അതുകൊണ്ട് നമുക്ക് ചീഫ് സെക്രട്ടറി വിളിച്ച് പറയാം, പിന്നെ അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ചീഫ് സെക്രട്ടറി കമ്മിറ്റി ചേർന്ന് ആലോചിച്ച് 50,000 PPE കിറ്റ് ഇവരുടെ അടുത്ത് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാം വേഗം വേണം, കാരണം താമസിച്ചു പോയാൽ ഇതാർക്കെങ്കിലും കൊടുത്തു പോയാൽ നമുക്ക് കിട്ടൂല, കുറച്ചേ സ്റ്റോക്ക് ഉള്ളൂ. അപ്പൊ ഇതെല്ലാം 2 ദിവസം കൊണ്ട് ഈ നടപടിക്രമങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പൊ ഇവർ തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 50,000 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് തികയില്ല, ഇത് ഒരു ദിവസം ഒരാൾക്ക് 3 എണ്ണം വെച്ചിട്ട് വേണം, 4 മണിക്കൂറേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇത് പിന്നെ അഴിച്ചു മാറ്റിയിട്ട് കത്തിക്കണം. അപ്പോ നിങ്ങൾ 1 ലക്ഷമെങ്കിലും ഓർഡർ ചെയ്യരുതോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു അത് കിട്ടില്ല, അവരുടെ അടുത്ത് അത്രയും സ്റ്റോക്ക് ഉള്ളൂ. അപ്പൊ എല്ലാ ആളുകളും ഉണ്ടല്ലോ, അവരുടെ ഉപഭോക്താക്കള്, അവർക്കെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും തരാൻ പറ്റില്ല, ഉള്ളതിൽ കൂടുതൽ നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡർ ചെയ്തു, നമുക്ക് 15,000 കിട്ടിയുള്ളൂ. അതും നന്നായി, 15,000 കിട്ടി. അത് നമ്മൾ അപ്പൊ തന്നെ സപ്ലൈ ചെയ്തു. അതുകൊണ്ട് ഒരു ദിവസം പോലും പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് ഇല്ലാതെ ഡോക്ടർമാർക്ക് രോഗികളുടെ അടുത്ത് പോകേണ്ട വന്നിട്ടില്ല, നഴ്സുമാർക്കും സപ്ലൈ ചെയ്തു അപ്പൊ തന്നെ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതും തീരാറായി. അത് തീരുമ്പോഴേക്കും മഹാഭാഗ്യത്തിന് എവിടെയോ ഉള്ള റോ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് ചില കമ്പനികൾ മാർക്കറ്റിൽ ഇറക്കി. കുറച്ച് തർക്കേടില്ലാത്ത PPE കിറ്റ് തന്നെ 860 റുപ്യക്ക് തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം. 35,000 അവിടെ ബാക്കിയുണ്ട്. ഞാൻ ചോദിച്ചാ കമ്പനി ബ്രീച്ച് ഓഫ് കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞു വരുമോ? അങ്ങനെ വരാലോ അവർക്ക്. അപ്പൊ പറഞ്ഞല്ല, നമുക്ക് എപ്പോ സാധനങ്ങൾ തരുന്ന സപ്ലൈ ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് നമ്മൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അവരോട് അവർ ഫോണിൽ വിളിച്ച് സംസാരിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാനുണ്ട്, ഒന്നുകിൽ ആ വിലക്ക് തരണം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ റദ്ദ് ചെയ്യാന്ന് പറഞ്ഞു. ആ 35,000 കരാർ റദ്ദാക്കി. എന്നിട്ട് മറ്റേ കമ്പനിയിൽ നിന്ന് നമ്മൾ 860 വെച്ചിട്ടുള്ള 860 850 അങ്ങനെ കണ്ടാണ് അത് വാങ്ങി. അപ്പൊ ഇതാണ് നടന്നത്. 15,000 ലക്ഷക്കണക്കിന് PPE കിറ്റ് വാങ്ങിയെടുത്ത് ഓൺലി 15,000 എണ്ണം ആ ക്ഷാമകാലത്ത്, മറ്റ് കിട്ടാനില്ലാത്ത കാലത്ത് ഈ 1500 കൊടുത്ത് വാങ്ങി എന്നുള്ളത് അന്നും ഇന്നും കുറ്റകൃത്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പൊ ലോകായുക്ത കേസ് തള്ളി, ഇനി വീണ്ടും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് UDF. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു കേസ് കൊടുത്തിടും, എന്നിട്ട് ലോകായുക്തയിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരണം നടത്താലോ. അതിനു വേണ്ടിയിട്ട് അവർ കേസ് കൊടുത്തിടുന്നുണ്ട്. അത് ഏത് കോടതിയിലും അവർ കൊടുത്തിടും. എന്നിട്ട് പ്രചരണ മാധ്യമങ്ങളപ്പോ 9 മണി ചർച്ച, KK ശൈലജയുടെ പേരിൽ PPE കിറ്റ് അഴിമതിക്ക് കേസെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാലോ. അപ്പോഴും ഒരുപാട് ആളുകൾ, കോൺഗ്രസ്സുകാർ തന്നെ ചിലർ UDF എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ അതുകൊണ്ടൊന്നും ഇതാക്കണ്ട, ഞങ്ങൾക്കറിയാം എന്താ ചെയ്തതെന്ന്. 10 റുപ്യയുടെ മാസ്ക് 100 രൂപക്ക് വാങ്ങിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ മാർക്കറ്റിൽ. പിന്നെ വീണ്ടും 10 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും PPEയുടെ വില 500 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്താണോ മാർക്കറ്റിൽ ക്വാളിറ്റിയുള്ള PPE കിറ്റിന് വില, അതാണ് ഞങ്ങൾ വാങ്ങിയെടുത്തിട്ടുള്ളത്. അതിൽ 5 പൈസയുടെ പോലും തട്ടിപ്പില്ല. ഞാനല്ല വാങ്ങിയത്, എന്റെ ഉത്തരവാദിത്വം കോർ കമ്മിറ്റി തീരുമാനിച്ചിട്ട് അടിയിൽ അംഗീകാരം കൊടുക്കുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യുക. എനിക്ക് റിജക്ട് ചെയ്യാനല്ല തോന്നിയത്, അംഗീകാരം കൊടുക്കാനാണ്. കാരണം ഞാൻ എന്റെ മനസ്സിൽ അന്ന് രോഗികളുടെ അടുത്ത് പോകുന്ന ഡോക്ടർമാരും നഴ്സുമാരുമാണ്. അവര് PPE കിറ്റില്ലാണ്ട് പോവാൻ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സമ്മതിക്കില്ല. നാളെ ആൾ എന്ത് ആക്ഷേപം പറഞ്ഞാലും എന്റെ ഉത്തരവാദിത്വം അതാണ്. അതിൽ ഇന്ന് ഞാൻ ഒരുപാട് ആശ്വസിക്കുന്നു. കാരണം ലോകത്തിന്റെ ആകെ കണക്കെടുക്കുമ്പോൾ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന്റെ മരണം ഇല്ലാത്ത സംസ്ഥാനമാണ്, ഇടമാണ് കേരളം. കേട്ടില്ലേ? അന്ന് ആ ചെയ്യാൻ തോന്നിയത് അവരുടെ, അതുകൊണ്ട് തന്നെ അനേകായിരങ്ങളുടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചു. ഇവരും മനുഷ്യരാണ്, ഡോക്ടർമാരും നഴ്സുമാരും. അവർ PPE ഇല്ലാതെ രോഗിയുടെ അടുത്ത് പോകാൻ മടിച്ചാൽ ആ രോഗി ശ്വാസം കിട്ടാതെ പടഞ്ഞു മരിക്കുമ്പോൾ ഓക്സിജൻ കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. കേട്ടില്ലേ? ആളുകൾ മരിച്ചു പോകും. അപ്പോ
അത്രയും മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു. ഇതാണ് വസ്തുത. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ വളരെ തരംതാണ നിലവാരമില്ലാത്ത കുറെ മനുഷ്യരുണ്ടല്ലോ, അത് ഈ UDF-കാരുടെ ഒരു ടീമുണ്ട്, പിന്നെ ഇതിന്റെ സൈബർ ടീം, എന്താ അവരെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവരാണ് അതിന്റെ അടിയിൽ വന്നിട്ട് ഒരു കുറച്ച് പേരേ ഉള്ളൂ. അവർ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് PP കിറ്റ് കള്ളി, കോവിഡ് കള്ളി, ഒട്ടും മാന്യതയില്ലാത്ത ഭാഷയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ ഇടയിൽ എന്നോടുള്ള സ്നേഹം ചോർന്നു പോകുന്ന ഞാൻ കരുതുന്നില്ല. ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചോർന്നു. പക്ഷെ കുറച്ച് പേര് തെറ്റിദ്ധരിപ്പിക്കപ്പെടും. ടീച്ചർ നമ്മൾ വിചാരിച്ച ആളല്ല, ഇങ്ങനെയൊക്കെ ഒരു കമന്റ് വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോയാൽ അതിന് ഞാൻ ആളല്ല. പക്ഷെ അങ്ങനെയും മനുഷ്യനെ പറയാം. ടീച്ചർ നിരവധി ഇപ്പം മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും മീറ്റിങ്ങിനിടയിലാണെങ്കിൽ പോലും ഒരാളോട് മുഖം കറുത്തൊരു വർത്തമാനം പറയുന്നത് കണ്ടിട്ടില്ല ജീവിതത്തില്. ശരിക്കും പറഞ്ഞ ഒരു നയത്തോടെ കൈകാര്യം ചെയ്യുന്നതാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു ഡിപ്ലോമസി കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ശരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകര് നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ ശല്യപ്പെടുത്താൻ ഒരുപാട് ആളുകൾ വരും. പക്ഷെ അവരോടെല്ലാം ദേഷ്യപ്പെട്ടത് കൊണ്ട് മാത്രം നമുക്കൊന്നും നേടാനില്ല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടല്ല, എൻ്റെ സ്റ്റാഫൊക്കെ പറയും മാഡത്തിന് 2 മുഖമുണ്ടല്ലേ എന്ന് പറയും. അതായത് ഞങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് അത് പൂർത്തിയാക്കേണ്ട സമയത്തിന്റെ അടുത്ത് ഒരു അവലോകനം നടത്തുമ്പോൾ തുടങ്ങിയിട്ടില്ല എന്ന് കണ്ടാൽ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ അവരോട്, ഇപ്പൊ നിങ്ങൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു അവലോകന യോഗം നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ വളരെ വളരെ രൂക്ഷമായിട്ട് തന്നെ നിങ്ങൾ കാണിച്ച് ശരിയല്ല എന്ന് കാര്യകാരണ സഹിതം അവരെ മനസ്സിലാക്കിച്ചുകൊണ്ട് പറയും. പക്ഷെ എങ്ങനെ ദേഷ്യപ്പെട്ടാലും പിരിഞ്ഞു പോകുമ്പം ആ സങ്കടത്തോടെ അവർ പിരിഞ്ഞു പോകുന്നത് എനിക്ക് ശരിയാവില്ല, ഇഷ്ടാവില്ല. അപ്പൊ എനിക്ക് അസ്വസ്ഥതയാവും. അപ്പൊ ഞാൻ ആരെയാണോ വഴക്ക് പറഞ്ഞത് ആ ഉദ്യോഗസ്ഥരെ ഒന്ന് വിളിച്ച് അവരുടെ മുഖത്തൊരു ചിരി വരുത്തിയിട്ടേ പറഞ്ഞേക്കാറുള്ളൂ. അത് കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല, അതങ്ങനെയായിരുന്നു ശീലം. എൻ്റെ അമ്മ വളരെ സൗമ്യയും ആളുകളോട് വളരെ വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരുപക്ഷെ അതിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടാകാം. രണ്ടാമത്തത്, നമ്മളെല്ലാം പഠിച്ചു വരുന്ന സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിൽ മനുഷ്യർ തമ്മിലുള്ള ഈ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനാണ് പറയുന്നത്. അത് ശത്രുതാപരമാക്കാനല്ല. വിമർശനം പോലും ശത്രുതാപരമാകരുത്, അത് സൃഷ്ടിപരമായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നേരത്തെ കൽപ്പിച്ചു കൂട്ടി മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാലും നമ്മളെല്ലാം മനുഷ്യ സഹജമാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ കുറച്ചൊരു ആങ്സൈറ്റിയും ദേഷ്യവും ഒക്കെ കാണിച്ചു പോകും. അത് ഉടനെ തിരുത്തുകയാണ്. അങ്ങനെ ഒരാളോട് പറഞ്ഞു പോയല്ലോ എന്ന് തോന്നിയാൽ. ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാരെ, ഇപ്പൊ ഇത് എൻ്റെ ഡോക്ടർമാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, ചിലപ്പോൾ എനിക്ക് പറഞ്ഞതുപോലെ ആയിട്ടില്ലെങ്കിൽ വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് അവരുടെ കണ്ണിൽ വെള്ളം വരാൻ പാകത്തിന് ഞാൻ വഴക്ക് പറയാറുണ്ട്. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ വന്നാൽ ഞാൻ അവരെ അന്നോ പിറ്റന്നോ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും, ഡോക്ടറെ അത് കൃത്യമായിട്ട് ചെയ്യണം. അപ്പോളജി ഒന്നല്ല, വഴക്ക് പറഞ്ഞത് ആവശ്യത്തിനാണ്, വീഴ്ച വരുത്തിയതിനാണ്. അപ്പൊ പിന്നെ വിളിച്ചിട്ട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവർക്കൊരു അവരുടെ മനസ്സിലെ ഈ ടെൻഷൻ ഒന്ന് റിലീസ് ആവണം. അതിന് വിളിച്ചിട്ട് നോക്കൂ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേക്കണേ, അത് കൃത്യമായിട്ട് വരണം റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ മാഡം ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള പാർട്ട് അവിടെ തീർന്നു. അപ്പൊ അങ്ങനെയാണ്. എനിക്ക് നല്ല ദേഷ്യമൊക്കെ വരാറുണ്ട്, ഞാൻ വഴക്കം പറയാറുണ്ട്. 1-2 തവണ ചില ഹോസ്പിറ്റലുകളിൽ കയറിയിട്ട് ഞാൻ അവിടുന്ന് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നത് അവര് ചിത്രീകരിച്ചിട്ട് പിന്നെ അത് കാണുമ്പോൾ എനിക്കൊരു മനപ്രയാസമാണ്. ഇങ്ങനെ ദേഷ്യപ്പെടേണ്ടി ഉണ്ടായിരുന്നു അവരോട് എനിക്ക് ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ തോന്നും അങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം മോശമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. അത് ശരിയായിട്ടുണ്ട്. പിന്നീട് ശരിയാക്കിയിട്ട് അതെന്നെ കാണിച്ചിട്ടുണ്ട്. ഞാനും ചിരിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് സൗഹൃദത്തോടെ. അപ്പോ അതാണ് മനുഷ്യ സഹജാണ്. വളരെ സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവണം. എപ്പോഴും വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റർ പ്രത്യേകിച്ച് വളരെ പവർഫുൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലൂസായി പോകും സിസ്റ്റം. അതുകൊണ്ട് അതാവണം എന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ചിട്ട് ഒരു നല്ല കാര്യം ചെയ്താലും ആരെയും അപ്രീഷിയേറ്റ് ചെയ്യില്ല, എപ്പോഴും ശാപവാക്കുകൾ പറയുക, ആ സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ തോന്നൂല. ആളുകൾ നമ്മളിന്ന് അകന്നു പോയി കളയും. ഇതൊന്നും കേട്ടിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വയ്യ എന്ന് തോന്നിപ്പോകും. വയ്യ എന്ന് തോന്നിക്കലല്ല, ഈ മിനിസ്റ്റർ പറയും പോലെ അല്ലെങ്കിൽ ഈ ആൾ പറയും പോലെ ഇതെല്ലാം നമ്മളല്ലേ ചെയ്യേണ്ടത് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കലാണ് ഏറ്റവും പ്രധാനം. ഞാനിത് എനിക്കൊരു ചെറിയ സമയമാണ് മന്ത്രി എന്നുള്ള നിലയിലുള്ളത്, അതിന്റെ അനുഭവം അറിയാൻ കിട്ടിയത് രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ. ആ സമയത്ത് പറഞ്ഞതൊക്കെ പ്രയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും അതിന് വലിയ വിജയമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അവസാനം 5 വർഷം തികക്കുമ്പോൾ
ഞാൻ വഴക്ക് പറഞ്ഞ ഡോക്ടർമാരെല്ലാം എൻ്റെ അടുത്ത ബന്ധുക്കളായിരുന്നു. ഓക്കെ. അവരെ ഇപ്പോഴും ഇപ്പോഴും എവിടെയെങ്കിലും കാണുമ്പോൾ ഞാൻ പറയൂ ഞാനന്ന് ഇങ്ങനെ വഴക്ക് പറഞ്ഞു പോയിരുന്നു എന്ന് പറയല്ല, ഞങ്ങൾ ഒരു വഴക്ക് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്, തമാശ പറയും. വഴക്ക് കേൾക്കാൻ ആർക്കും ഇഷ്ടമൊന്നുമല്ല, എന്നാലും ടീച്ചറിനോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അവർക്കെല്ലാം അറിയാം ഞാൻ പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിനല്ലല്ലോ, അവരും ചെയ്യുന്നത് വ്യക്തിപരമായ കാര്യത്തിനല്ല. അപ്പോ അതാണ് നമ്മൾ രണ്ടും വേണം. വളരെ അഡ്മിനിസ്ട്രേറ്റർ നല്ല ഞാൻ അത്ര പവർഫുൾ ആയിരുന്നു എന്നൊന്നുമല്ല, പക്ഷെ ആവാൻ ശ്രമിച്ചിരുന്നു, അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എപ്പോഴും ഇങ്ങനെ ഒരു ദേഷ്യപ്രകൃതി ആയിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. നമുക്ക് ഏത് വിഷമത്തിന്റെ ഇടയിലും ഒന്ന് മനുഷ്യനോട് ചിരിക്കാൻ കഴിഞ്ഞാൽ പകുതി വിഷമം അവരതും തീരും, നമ്മുടേതും തീരും. ഞാൻ ആ പോളിസിയെ കാണുന്നു. പിലാത്തോസിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ കള്ളൻ ബറാബാസിനെയാണോ യേശുക്രിസ്തുവിനെയാണോ വെറുതെ വിടേണ്ടതെന്ന് ചോദിച്ചിട്ട് അന്ന് ജനക്കൂട്ടം കുറച്ചു പേര്, എല്ലാവരും അല്ല, അവരെ ചുമതലപ്പെടുത്തി നിർത്തിയതാണ് യേശുവിനെതിരെ സംസാരിക്കാൻ. അല്ലെ, വെള്ളിക്കാശ് 30 100 എന്നറിയില്ല, കൊടുത്തിട്ട് നിർത്തിയതായിരിക്കും. അതുകൊണ്ടാണ് അവർ വിളിച്ചു പറഞ്ഞത് അവനെ ക്രൂശിക്കുക എന്ന്. കേട്ടോ, യേശു ക്രൂശിക്കപ്പെട്ടു, പക്ഷെ യേശു ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നു. കള്ളൻ ബറാബാസോ വെറുതെ വിട്ടെങ്കിലും ബറാബാസ് ആരുടെയും മനസ്സിലില്ല. നമുക്ക് യേശുവുമായിട്ടൊന്നും ഒരു താരതമ്യമില്ല, പക്ഷെ യേശു ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. യേശുവും മുഹമ്മദ് നബിയൊക്കെ ചെയ്ത നല്ല കാര്യങ്ങൾ പകർത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറ്, എനിക്ക് നേരെ ചളിവാരി എറിയുന്ന ആളുകൾ അതേപോലെ നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വളരെ മഹാനായിട്ടുള്ള യേശു ക്രിസ്തുവിന് നേരെ ആക്രോശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നും അല്ലാത്ത ഈ താഴെ നിൽക്കുന്ന നമുക്ക് നേരെ ആക്ഷേപം ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ശരി ചെയ്തുകൊണ്ട് പോവുക. എനിക്ക് അശേഷം അത്തരം കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ല. ചെറിയൊരു പ്രയാസം അതെല്ലാം കേൾക്കുമ്പോൾ തോന്നിയിരുന്നു. അതിപ്പോ ഈ വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ്. നല്ലവരാരും അങ്ങനെ പോസ്റ്റ് ഇടില്ല. കോൺഗ്രസിനകത്തുള്ള നല്ലവരാരും അത് ചെയ്യില്ല, ലീഗിനകത്തുള്ള നല്ലവരാരും അത് ചെയ്യില്ല. എനിക്കറിയാം, അവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല സൗഹൃദത്തിലാണ്. അത് ചെയ്യുന്നത് കൂലിക്ക് നിർത്തിയിട്ടുള്ള, മറ്റു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി കരുതിക്കൂട്ടി നിർത്തിയിട്ടുള്ള ഒരുതരം സുനിൽ കനകോലു വിദ്യയാണത്. കേട്ടില്ലേ? അതാണത്. അത് കുറച്ചു കാലം ശേഷം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് തന്നെയാണല്ലോ ഇവരുടെ സ്വഭാവം എന്നുള്ളത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഇത്തരത്തിലുള്ള മുള്ളുകൾ ഏൽക്കേണ്ടി വരും. പക്ഷെ 5 വർഷം ഞാൻ ചെയ്തത് വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ പൂർണ്ണമായ സംതൃപ്തിയാണ്. അതുപോലെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കഴിയുന്നത്ര ഈ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ആ സ്ഥാനം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴും ഉണ്ട്.